ഞാനിവിടെ തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാലെടുക്കണം. വെള്ളമുള്ള പാല് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൈര് ശരിയാകത്തില്ല. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച ശേഷം നമ്മളിത് ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഇളക്കി തിളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ രാത്രി പാല് കാച്ചിയിട്ട് ഒന്ന് തണുത്ത ശേഷം ഉറയൊഴിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ആവുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് കിട്ടും. പാലിവിടെ തിളച്ച് വരാറായി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് ഈ പാൽ ഇതിൽ കിടന്ന് നല്ലതുപോലെ ചൂടായി വരണം. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ പാലിൻ്റെ ഒരു മണമൊക്കെ മാറണം. ആ പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത ശേഷം ഇതിനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ ഇത് തണുക്കണ്ട. ചെറിയ ചൂടോടുകൂടിയാണ് നമ്മളിത് ഉറയൊഴിക്കുന്നത്. പാലിവിടെ ചെറു ചൂടിൽ തണുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉറയാക്കുന്നതെന്ന് നോക്കാം. പാല് ഉറയൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ ഉറയൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉറയൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് മതിയാകും. കൂടുതൽ തൈര് ഇട്ട് നല്ല കട്ടിയാകും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കുറച്ച് തൈര് മതി. നല്ല കട്ടിയുള്ള ഉറ നമുക്ക് ഇത് കലക്കിയെടുത്ത് സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിവിടെ നല്ലതുപോലെ ഇളക്കി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒന്ന് മൂടിയിട്ട് 8 മണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിനി അനക്കാൻ പാടില്ല ഈ പാത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റരുത്. ഇതിങ്ങനെ ഉറയൊഴിച്ച് പുറത്ത് വെച്ച് തന്നെ സെറ്റാക്കാനായിട്ട് നമ്മൾ വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതല്ല. പുറത്തിരുന്നാണ് ഇത് പുളിച്ച് തൈരായിട്ട് വരുന്നത്. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ല കട്ടിയുള്ള തൈര് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ തൈരിനെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ തൈര് പുളിച്ചു പോകും. ഈ തൈരിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുള്ള തൈരാണിത്. നല്ല തിക്കായിട്ടുള്ള തൈരാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ തിക്കായിട്ടുള്ള നല്ലൊരു തൈരാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.